ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പൈൽ ഡിസൈനിൻ്റെ സെക്കൻഡ് പാർട്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസസ് ഓഫ് കമ്പൈലർ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓഫ് കമ്പൈലർ, ഒരു ഇൻട്രഡക്ഷൻ ടു കമ്പൈലർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയുന്ന ഒരു കാര്യമാണ് കമ്പൈലർ ഈസ് ദ പ്രോഗ്രാം ദാറ്റ് കൺവേർട്ട് സോഴ്സ് കോഡ് ടു കൺവേർട്ട് കറസ്പോണ്ടിങ് ടാർഗറ്റ് കോഡാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ CPP എല്ലാം യൂസ് ചെയ്തവർക്കറിയാം, അല്ലെങ്കിൽ PHP ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡീൽ വിത്ത് എ മൈക്രോ പ്രോസസ്സിങ് ആൻഡ് ഓഗ്മെൻറ്റേഷൻ ആൻഡ് ഫയൽ ഇൻക്ലൂഷൻ ഓർ ലാംഗ്വേജ് എക്സ്റ്റൻഷൻ. ഇപ്പോൾ സിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്ലൂഡ് stdio.h, conio.h, അല്ലെങ്കിൽ define, include math, ഇങ്ങനെയൊക്കെ കുറേ ഫയലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ആ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ദാറ്റ് പ്രീ പ്രോസസ്സർ കോഡ് സെൻഡ് ടു കമ്പൈലർ. സോ കമ്പൈലർ ഇസ് read the whole source code at once and create a token and check semantic and generate intermediate code and convert a corresponding target code and execute all program many process. സോ ഈ ഒരു ഫേസിൽ കമ്പൈലർഡ് ദേ ഹാവ് സം ഫേസസ് ഉണ്ട്. ആ ഫേസസ് ഓരോ ഫേസസും നമ്മൾ നെക്സ്റ്റ് ഓരോ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രീ പ്രോസസ്സർ കിട്ടിയ സാധനത്തിനായിരിക്കും നമ്മൾ ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ്, സെമാൻറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സം ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പ്രീ പ്രോസസ് കോഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ദെൻ കമ്പൈലർ ജനറേറ്റ് കറസ്പോണ്ടിങ് ടാർഗറ്റ് അസംബ്ലി കോഡ് ദാറ്റ് സെൻഡ് ടു ദ അസംബ്ലർ. സോ അസംബ്ലർ translate the assembly language program into machine code. The output of the assembler is called object file. സോ നമുക്കറിയാം ഹ്യൂമൻ റീഡബിൾ ഫോമിൽ നിന്ന് മെഷീൻ കോഡിലേക്കാണ് ഈ സാധനത്തിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. സോ അസംബ്ലർ എന്ത് ചെയ്യുന്നുണ്ടാവും, അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഫയലായിരിക്കും. ദാറ്റ് ഒബ്ജക്റ്റ് ഫയൽ സെൻഡ് ടു കറസ്പോണ്ടിങ് ലിങ്കർ. So linker is a computer program that link and merge various object file together in order to make an executable file. അപ്പോൾ ഫയൽസ് ഡിഫറെൻറ്റ് ഏരിയയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ ഫയൽസിനെല്ലാം ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് എന്ത് ചെയ്യുന്നത്, ലിങ്കർ ചെയ്യുന്നത്. സോ അതിൽ യൂസ് ചെയ്യുന്ന ലൈബ്രറി ഫയൽസ് ഉണ്ടാവും, റിലക്വറ്റബിൾ മൊഡ്യൂൾസ് ഉണ്ടാവും. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടബിൾ ഫയലിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാവും. ദാറ്റ് എക്സിക്യൂട്ടബിൾ മെയിൻ മെഷീൻ കോഡാണ് എന്തിലേക്ക് ചെയ്യുന്നുണ്ടാവുക, ലോഡറിലേക്ക് ചെയ്യുന്നുണ്ടാവും. സോ ലോഡർ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ലോഡർ ഈസ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ എ ലോഡ് എക്സിക്യൂട്ടബിൾ ഫയൽ ടു മെമ്മറി ആൻഡ് എക്സിക്യൂട്ട് ദ കാൽക്കുലേറ്റ് ദ സൈസ് ഓഫ് പ്രോഗ്രാം ആൻഡ് ക്രിയേറ്റ് എ മെമ്മറി സ്പേസ് ഫസ്റ്റ്. അതായത് ഇപ്പോൾ ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ലോഡർ ആയിരിക്കാം, വിൻഡോസിന് സെപ്പറേറ്റ് ലോഡർ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം എക്സിക്യൂട്ടബിൾ, ഒരു ലിങ്ക് ചെയ്ത സാധനത്തിന് പിന്നെ OS ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ലോഡിങ് ടു എക്സിക്യൂട്ടബിൾ ഫയൽ ഇൻ ടു മെമ്മറി ആൻഡ് എക്സിക്യൂട്ട് ദ മെമ്മറി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. മെമ്മറിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റൺ ആവുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് രണ്ട് ചെറിയ പോയിന്റുകളാണ്. ദർ ആർ 2 type ഓഫ് കമ്പൈലർ ഉണ്ട്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന 2 ടൈപ്പാണ്. Then first one is a cross compiler, a compiler that run a platform A and it capable for generating executable code in a platform B. A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്തിട്ട് B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അതിനെ എക്സിക്യൂട്ടബിൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പൈലർ ഈസ് കോൾഡ് ക്രോസ് കമ്പൈലർ എന്ന് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് ടൈപ്പാണ് സോഴ്സ് ടു സോഴ്സ് കമ്പൈലർ. ദാറ്റ് എ കമ്പൈലർ ദാറ്റ് ടേക്ക് ദ source code of one programming language and translate into source code another programming language is called source to source compiler എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം പ്രീ പ്രോസസ്സർ ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിനായിട്ട് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആ കമ്പൈലറിലായിരിക്കും. അപ്പോൾ ആ കമ്പൈലറാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആ കമ്പൈലറാണ്. നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സം പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വൈ ആർ ദേ സോ മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, CPP, PHP, Java, ADA,
റൂബി ഓൺലൈൻ, ഇങ്ങനെ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തിനാണ് ഒറ്റ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം പോരെ? എന്തുകൊണ്ടാണ് അങ്ങനെ മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ മാർക്കറ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്? ദെൻ അതുപോലെ തന്നെ വൈ ന്യൂ ലാംഗ്വേജ്? ചിലപ്പോൾ വേർഷൻസ് ഉണ്ടാവും. PHP 3 ഉണ്ട്, അല്ലെങ്കിൽ HTML4 ഉണ്ടായിരുന്നു, ഇപ്പോൾ 5 റൺ ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. സോ എന്തിനാണ് അങ്ങനെ പുതിയ പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ എന്തിനാണ്? ഒരു ലാംഗ്വേജിൻ്റെ അപ്ഗ്രേഡേഷൻ പിന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? ദെൻ വാട്ട് ഈസ് ഗുഡ് ലാംഗ്വേജ്? പൈത്തൺ ആണോ, PHP ആണോ, റൂബി ആണോ? ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ പർപ്പസ് അല്ലേ? സോ എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ വൈ സിൻടാക്സ് ആർ ഡിഫറൻസ്. ഫോർ ലൂപ്പ് PHPയിൽ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല CPPയിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല പൈത്തണിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിനെല്ലാം കൂടി ഒരു സിൻടാക്സ് പോരെ. അപ്പോൾ ഇങ്ങനെ സം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊരു പ്രോബ്ലം തന്നെയാണ്. സോ അൾട്ടിമേറ്റ്ലി ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു സം ക്വസ്റ്റ്യൻസിന് ഒരുപക്ഷെ കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ചിലപ്പോൾ അതിനൊരു ധാരണ ഉണ്ടാവും. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സിൻടാക്സ് ഡിഫറെൻ്റ് ആവാനും അല്ലെങ്കിൽ ന്യൂ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ റീസൺ നമുക്ക് എന്തുണ്ടാവും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഫേസസ് ഓഫ് കമ്പൈലർ. എല്ലാ നെറ്റായാലും ഗേറ്റ് ആയാലും അല്ലെങ്കിൽ MCൻ്റെ ഈ ഒരു സെമ്മിലാണെങ്കിലും മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, അല്ലെങ്കിൽ ഇതിൽ ഓരോ പാർട്ടും എടുത്ത് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസാണ്. ഏതൊക്കെയാണ് ഫേസ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. സോ ഈ ഒരു ഇതിൽ നമ്മളതിന് ഡീപ്പായിട്ട് പറയുന്നുണ്ടാവും. സോ ഫസ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലർ ഈസ് ലെക്സിക്കൽ അനാലിസിസ്. സോ നമ്മൾ പറഞ്ഞ പ്രീ പ്രോസസ്സർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് ഒരു സീനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആഷ് ഇൻക്ലൂഡ് STD ആ ഒരു ഏരിയ മൊത്തം എന്ത് ചെയ്യുന്നുണ്ടാവും, എലിമിനേറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഫേസ് മുതലാണ് ലെക്സിക്കലിലേക്ക് വരുന്നുണ്ടാവും. ഇപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ടാവും, വൈറ്റ് സ്പേസ് ക്യാരക്ടറുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാത്തിനെയും വൈറ്റ് സ്പേസ് ക്യാരക്ടർ എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ കമൻസ് എല്ലാം ഒഴിവാക്കുന്നുണ്ടാവും. ദെൻ കൺവേർട്ട് ടു ടോക്കൺസ് ആയിട്ട് ഓരോന്നിനും കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ %d അങ്ങനെ ഒരു ഇത് വരികയാണ്. പ്രിൻ്റ് നമ്മൾ കുറച്ച് കാര്യം കൊടുത്തിരിക്കുന്നു. ഓപ്പൺ ബ്രേസ്, ദെൻ കോഡ്സിൽ എൻ്റർ യുവർ നമ്പർ അല്ലെങ്കിൽ എൻ്റർ യുവർ നെയിം, ദെൻ കോഡ്സ് എടുത്ത് ക്ലോസ് ചെയ്തു, സെമിക്കോളൺ കിട്ടും. അപ്പോൾ ഈ printf എന്ന് പറഞ്ഞൊരു ടോക്കൺ ആയിരിക്കും, ഓപ്പൺ ബ്രേസ് ഒരു ടോക്കൺ ആയിരിക്കും, കോഡ്സ് ഒരു ടോക്കൺ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ എന്താണ് വേണ്ട അതൊരു ടോക്കൺ ആയിരിക്കും, കോഡ്സ് ക്ലോസ് ചെയ്യുന്നൊരു ടോക്കൺ ആയിരിക്കും, ക്ലോസ് ബ്രേസ് ഒരു ടോക്കൺ ആയിരിക്കും, സെമിക്കോളൺ ഒരു ടോക്കൺ ആയിരിക്കും. അപ്പോൾ ഓരോ ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലർ. ദാറ്റ് ഡൺ ബൈ ലെക്സിക്കൽ അനാലിസിസ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്യുന്ന ടോക്കൺസ് ആയിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടോക്കൺസ് ആയിരിക്കും. സോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് വെച്ചിട്ടാണ്. ഓട്ടോമേഷൻ തിയറിയിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് ഡിറ്റർമിൻസ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയും അതുപോലെ തന്നെ റെഗുലർ ലാംഗ്വേജും റെഗുലർ എക്സ്പ്രഷൻ എല്ലാം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ലെക്സിക്കൽ അനാലിസിസ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ഹാൻഡിൽ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ടോക്കൺസ് ഇൻ ടു സിൻടാക്സ് അനാലിസിസ്. സിൻടാക്സ് അനാലിസിസ് is also called പാർസർ, അതായത് പാർസിങ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ യൂസ് ചെയ്യുന്ന ഗ്രാമറാണ് കോണ്ടസ്ട്രി ഗ്രാമർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് കോണ്ടസ്ട്രി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കോണ്ടസ്ട്രി ഗ്രാമർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ജനറേറ്റ് ചെയ്യുന്നത്, പാർസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിന് അതിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടൈപ്പ് ഓഫ് പാർസർ ഉണ്ട്. ടോപ്പ് ഡൗൺ പാർസർ, ബോട്ടം പാർസർ, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാർസർ, അതിൽ തന്നെ കൊണോണിക്കൽ പാർസർ, LR, LL1 എന്ന് പറഞ്ഞിട്ടുള്ള പാർസറൊക്കെ നമ്മൾ അല്ലെങ്കിൽ പാർസർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് സം അൽഗോരിതംസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഫേസ് ടോക്കൺസ് ആയി, സെക്കൻഡ് നമ്മൾ പാസ് ജനറേറ്റ് ചെയ്തു. പാസ് ജനറേറ്റ് ചെയ്ത സാധനത്തിന് സെൻഡ് ചെയ്യുന്നത് സെമാൻറ്റിക് അനാലിസിസിലായിരിക്കും. സെമാൻറ്റിക്കലി ഇറ്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു പാസ് ഇറ്റ്സ് മീനിങ് ഫുൾ ഓർ നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലറാണ് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ സെമാൻറ്റിക് അനാലിസിസ് സെൻഡ് ടു കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അത് മെയിൻലി യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനാണ് ട്രീ അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്തൊരു ഫേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ അടുത്തൊരു ഇത് പറയുകയാണെങ്കിൽ
ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നിരിക്കുന്ന ആ കോഡ് ചിലപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ലൈൻസ് കൂടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, സ്പേസ് നമുക്ക് കൂടുതൽ വേണ്ടിയിരുന്നു. സോ റെഡ്യൂസ് ദാറ്റ് സൈസ് വി ക്യാൻ യൂസ് ദ അനദർ ഫേസ് ഓഫ് കമ്പൈൽ, ദാറ്റ് ഈസ് എ കോഡ് ഒപ്റ്റിമൈസേഷൻ. ദെൻ കോഡ് ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ ചെയ്ത സാധനം കോഡിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ആ സാധനത്തിന് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവും, ടാർഗറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഫേസിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചില ബുക്കുകളിൽ ഇതിന് കൂടുതലുണ്ടാവും, പക്ഷേ ഇത്രയെങ്കിലും ഫേസസ് നമ്മളുണ്ടാവും. ഒരു കമ്പൈലറിൻ്റെ മെയിൻ ഫേസസ് എന്ന് പറഞ്ഞാൽ ലെക്സിക്കൽ, സിൻടാക്സ്, സെമാൻറ്റിക്, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, കോഡ് ജനറേഷൻ. അപ്പോൾ ഈ ഓരോ ഫേസാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലായിട്ട് അല്ലെങ്കിൽ അടുത്ത ഓരോ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ഈ ഓരോ ഫേസും എന്തായിട്ട് ലിങ്കാണ്, സിമ്പിൾ ടേബിൾ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ ലെക്സിക്കൽ അനാലിസിസിൽ എന്തെല്ലാം കാര്യങ്ങൾ അതെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഇത് സിൻടാക്സിലെ പാസ്റ്റ് കാര്യങ്ങൾ അത് കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടേബിൾ അതിലൊരു ഡാറ്റ സ്ട്രക്ചറാണ്, അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതായിട്ടായിരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇൻ സം എറർ ഒക്കർ ചെയ്യുകയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എറർ ഹാൻഡ്ലർ ഉണ്ടാവും. ഇതെല്ലാം തമ്മിൽ ഇങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലർ, ലെക്സിക്കൽ അനാലിസിസ് നമ്മൾ പറയുന്നുണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ലെക്സിക്കൽ ഈ ഒരു ഫേസസ് ഓഫ് കമ്പൈലർ ഒരു എക്സാമ്പിൾ, ആ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.